മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ മസ്താനി, അനുമോൾ, ആദില, നൂറ ഇവരെല്ലാം ഇരുന്ന് സംസാരിക്കുകയാണ്. പലരെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ബിന്നിയെക്കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ ജിസേലിനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ രേണുവിനെ കുറിച്ചുള്ള ഒരു സംസാരം ഇവരുടെ ആ ഗ്യാങ്ങിനിടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ മസ്താനി പറയുന്നത് രേണു പറയുന്നതെല്ലാം കള്ളമാണ്. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന്, അതായത് ഫസ്റ്റുള്ളൊരു ഇൻ്റർവ്യൂവിന് സുധിച്ചേട്ടൻ്റെ കൂടെ വന്നപ്പോൾ രേണു പറഞ്ഞത് രേണു ഏവിയേഷൻ പഠിച്ചതാണ്, ബാംഗ്ലൂരുള്ള എയർപോർട്ടിൽ ജോലി ചെയ്തിട്ടുമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ കോഴ്സ് പോലും രേണുസുതി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വാ തുറന്ന കള്ളമേ പറയൂ എന്ന്. അപ്പോൾ നൂറ് പറയുന്നത് ഇവിടെ ഒരിടത്തൊരിടത്തെന്ന് പറയുന്ന ടാസ്കിൽ സ്റ്റോറി പറയുന്ന സമയത്ത് രേണു പറഞ്ഞത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ആദ്യം നേഴ്സിങ്ങിന് പോയെന്ന് പറയുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഏവിയേഷന് പോയി, അതും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോഴാണ് മസ്താനി പറയുന്നത് ഇവിടെ പറഞ്ഞ കാര്യമല്ല, പുറത്ത് നടന്ന കാര്യമാണ്, എൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്, കംപ്ലീറ്റ് ചെയ്തു, ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന്. ചിലപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ടുണ്ടാവും വല്ല ഫ്ലൈറ്റ് കയറാനെന്നും പറഞ്ഞ് തമാശയ്ക്ക് കളിയാക്കി മസ്താനി പറയുന്നു. അനുമോളപ്പോൾ തന്നെ ചോദിക്കുന്നത് നിനക്ക് അറിയാമെങ്കിൽ നിനക്ക് അപ്പോഴേ ചോദിക്കാമായിരുന്നല്ലോ, അതായത് ആ ഇൻ്റർവ്യൂ നടന്ന സമയത്ത് ചോദിക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മസ്താനി പറയുന്നത് എൻ്റെ ഒരു ഫൺ ഇൻ്റർവ്യൂ ആണ്, ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത് കോഴ്സ് കംപ്ലീറ്റ് ആയില്ലല്ലോ എന്നൊക്കെ. ദേ ആദിലയോടും നൂറയോടും ചോദിച്ചു നോക്ക്, ഞാൻ ഇവരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ ഇൻ്റർവ്യൂ ഫണ്ണല്ലേ എന്ന് ചോദിച്ചു നോക്കാൻ. മസ്താനി വയൽക്കാടായി എത്തിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിലും വന്നന്ന് മുതൽ പുറത്തെ പല കാര്യങ്ങൾ വ്യക്തവും അവ്യക്തവുമായി മസ്താനി ഹൗസിനുള്ളിൽ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ മതി ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അവസാനം മസ്താനിക്ക് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്, പുറത്തെ കാര്യങ്ങൾ അകത്ത് സംസാരിക്കാൻ പാടില്ല എന്ന്. എന്തായാലും വന്ന അന്നു മുതൽ ജിസേലിനെയും റെനേനെയും രേണുസുതിനെയും എല്ലാം മസ്താനി ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മസ്താനിയുടെ ആ പ്ലേയിൽ നിന്നും വ്യക്തമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.